ഇനി നമ്മൾ കായംകുളത്തേക്കാണ് പോകുന്നത്. LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പ്രസംഗത്തിൽ മുസ്ലിം ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെ കേസെടുത്ത് പോലീസ്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാണ് FIR. ഐടി ആക്ടും ചുമത്തിയിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, വലിയ വിവാദമായ അങ്ങേയറ്റം മോശമായ ഒരു പരാമർശമാണ് ഇർഷാദിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ പ്രതിപക്ഷ ഭരണപക്ഷ നേതാക്കൾ, പ്രമുഖരായ എല്ലാ നേതാക്കളും ഈ പരാമർശത്തെ തള്ളി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കളക്ടർ അതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നു. പോലീസ് നടപടിയെടുത്തിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ഗൂഗിൾ അനുജ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അതിനു പുറമെ യു പ്രതിഭ കായംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയ ഒരു പരാതി കൂടി നൽകിയിരുന്നു. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് മുസ്ലിം ലീഗ് നേതാവും UDF കൺവീനറുമായിരുന്ന എ ഇർഷാദിനെതിരെ കായംകുളം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട 3 വകുപ്പുകളാണ് ഈ വിഷയത്തിൽ ഇർഷാദിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ ഒന്ന് 79 BNS ആണ്, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കൽ. മറ്റൊന്ന് 120 OKP ആക്ട് പ്രകാരം അശ്ലീല ദൃശ്യങ്ങൾ, അശ്ലീല ചുവയുള്ള ഉള്ളടക്കം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കൽ. ഈ അർത്ഥം വരുന്ന 2 വകുപ്പുകൾ കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോഴും ലെവലേശം കുറ്റബോധമില്ലാതെയാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഇർഷാദിന്റെ പ്രതികരണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, നിങ്ങളോട് ഇനി ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ളതായിരുന്നു ഇർഷാദിന്റെ മറുപടി. ഇപ്പോഴും അതിൽ തെറ്റൊന്നുമില്ല എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും പോലീസ് നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നു. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമ നടപടികളിലേക്ക് കൂടി കായംകുളം പോലീസ് കടക്കുകയാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കളക്ടർ നൽകിയ നിർദ്ദേശം, അതിനു പുറമെ യു പ്രതിഭ നേരിട്ട് നൽകിയ പരാതി, ആ പരാതിയിൽ ഗുരുതര പരാമർശങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തനിക്കെതിരെ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നടക്കമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ സംഭവം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചയാണ്. LDF അത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുമുണ്ട്. അതേസമയം കൃത്യമായ നടപടി കൃത്യമായ സമയത്ത് എടുത്തു എന്നുള്ളതാണ് UDFന്റെ വിശദീകരണം. ഈ ഇർഷാദിനെ കൃത്യസമയത്ത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും UDFന്റെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനും UDF ശ്രമിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ തയ്യാറായോ എന്നുള്ളതാണ് LDF ചോദിക്കുന്ന ചോദ്യം. എന്തായാലും സജീവമായി ഈ തെരഞ്ഞെടുപ്പ് വിഷയം നിലനിൽക്കുകയാണ്. ഈ സ്ത്രീവിരുദ്ധ പരാമർശം നിലനിൽക്കുകയാണ്. പോലീസ് നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഇർഷാദിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയോ അല്ലാതെയുള്ള അറസ്റ്റിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കപ്പെടുന്നത്. അനുജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.